ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ചേർന്നിട്ട് വലിയൊരു സർപ്രൈസ് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരുക്കി വെച്ചു. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ പിറന്നാളാഘോഷമൊക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് വലിയ ടിസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സുധി ആണെങ്കിലോ ഒരുപാട് പ്രതീക്ഷയായിരുന്നു സുധിയോട് ചന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നത്. പിറന്നാൾ അവൻ ഓർക്കുമായിരിക്കുന്നു. എന്നിട്ട് കെട്ടിയോളുടെ പിറന്നാൾ ഓർത്ത് വെച്ചിട്ടുണ്ട്, അമ്മയുടെ പിറന്നാൾ ഓർത്ത് വെച്ചിട്ടുമില്ല. അത് ഭയങ്കര വിറ്റായിപ്പോയി. ഏതായാലും സച്ചി രേവതി നമ്മുടെ ചന്ദ്രനെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയോട് എന്തൊക്കെയോ ഇമോഷണല് ഒരു ഇമോഷണലും ഒരു സ്നേഹവും ഒക്കെ തോന്നുകയാണ് ഈ പറയുന്ന നമ്മുടെ ചന്ദ്രയ്ക്ക്. അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചന്ദ്രയുടെ അടുത്ത് പോകുന്നു. മടിയിൽ ചെന്ന് ചന്ദ്രയുടെ തലയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുന്നു. അപ്പൊ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴും ചന്ദ്രയ്ക്കുണ്ടല്ലോ, ആരെങ്കിലും കാണുമോ, ആരെങ്കിലും കണ്ട മോശമല്ലേ, അല്ല താൻ ഇത്രയും നാള് സച്ചിനെ അങ്ങനെ അവഗണിച്ചിട്ട് ഇനിയിപ്പം നമ്മുടെ സച്ചിയോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്, തന്റെ പിറന്നാള് സച്ചി ഇരുന്നത് കൊണ്ടാണ് അത്ര സ്നേഹം കാണിക്കുന്നത്, അങ്ങനെ തോന്നൂല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പം ആ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ഇത് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയല്ലാതായി മാറുമോ എന്നൊക്കെ ചന്ദ്രയ്ക്കൊരു ബുദ്ധിമുട്ട്. എന്നാലും നമ്മുടെ സച്ചി അടുത്ത് വന്നിങ്ങനെ തല ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ തലോടിയൊക്കെ നമ്മുടെ ചന്ദ്ര കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുറ്റുപാടും ഒക്കെ നോക്കിയിട്ട് അപ്പൊ പെട്ടെന്ന് ആരോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ചന്ദ്ര കൈ എടുത്ത് മാറ്റുന്നു. പക്ഷെ സച്ചി ഇച്ചിരി അങ്ങാണ്ട് മദ്യപിക്കുകയും ചെയ്തായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. അപ്പം ആഘോഷമൊക്കെ അല്ലേ, അമ്മയുടെ പിറന്നാളല്ലേ, ഇപ്പൊ രേവതിയോട് പെർമിഷൻ മേടിച്ചിട്ട് സുധിയും നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ പെട്ടെന്ന് പേരും കിട്ടുന്നില്ല, ശ്രീകാന്ത്, അത് തന്നെ, ശ്രീകാന്ത് കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് മദ്യമൊക്കെ എടുത്തിട്ട് അവര് ആഘോഷവും സന്തോഷവും ഒക്കെ അല്ലേ, അപ്പം അതുകൊണ്ട് കുറച്ച് മദ്യപിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ മദ്യപിച്ചിട്ടാണ് സത്യം പറഞ്ഞാല് നമ്മുടെ സച്ചി ഇങ്ങനെ ചന്ദ്രയുടെ മടിയിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അത് ഇഷ്ടമാണ്, പക്ഷെ മറ്റുള്ളവരും കാണുമോ എന്നുള്ളൊരു ഇത്. അപ്പം ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ നാളെ. അപ്പൊ നാളത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെയാണ് ആ സീൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിലും ആകെ വയ്യാവേലി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ശ്രുതിയും ചന്ദ്രയുടെ പിറന്നാളിന്റെ ആഘോഷവും വിവരങ്ങളും ഒക്കെ അറിയുന്നുണ്ട്. അപ്പം ഈ വഴി എങ്ങനെയും കയറി അങ്ങോട്ട് പറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെയും നമ്മുടെ ശ്രുതി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വിവരം അച്ചമ്മനെ വിളിച്ച് പറയുകയാണേ, ഇങ്ങനെ പിറന്നാൾ ആഘോഷത്തിന്റെ ഒക്കെ കാര്യം. അപ്പൊ അച്ചമ്മ വിളിക്കുന്നുണ്ട്. അച്ചമ്മ വിളിച്ചിട്ട് ചന്ദ്രനെ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചന്ദ്ര ഫോൺ വിളിക്കുമ്പോഴത്തേക്കും ഹാപ്പി ബർത്ത്ഡേ അല്ല പറയുന്നത്, പിറന്നാൾ ആശംസകൾ ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അമ്മ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം അല്ലേ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് വരുന്നില്ല, പാടത്തും പറമ്പിലും ഒക്കെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല, ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് രേവതിയോടും സച്ചിയോടും, അവര് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അച്ചമ്മ വിളിച്ച്. ഏതായാലും അച്ചമ്മ വരാത്തത് കൊണ്ട് സച്ചിക്ക് ഭയങ്കര സങ്കടം. സച്ചി പറഞ്ഞു അച്ചമ്മയ്ക്കും വരായിരുന്നു, അച്ചമ്മ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ അച്ചമ്മേനെ വിളിക്കാൻ അങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, സാരമില്ല മോനെ, നിങ്ങൾ അടിച്ചു പൊളിക്കുക, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്, നിങ്ങൾ അടിച്ചു പൊളിച്ചോ. ഞാൻ ഏതായാലും ഇനിയിപ്പോ ഓണം വരാൻ പോകുമല്ലേ, അപ്പൊ ഓണത്തിന് ഞാൻ അങ്ങോട്ടേക്ക് വരും, പിന്നെ 2 പ്രാവശ്യമായിട്ട് വരണ്ടല്ലോ, ഇപ്പൊ എപ്പോഴും വരവല്ലേ, കഴിഞ്ഞ ദിവസം ആണെങ്കിൽ നിങ്ങളെ ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഞാൻ അടുത്ത പ്രാവശ്യം ഓണത്തിന് അവിടെ എത്തും, ഓണത്തിന് ഞാൻ വന്നേക്കാം, ഇപ്പം ആഘോഷിക്കും, നിങ്ങൾ പിറന്നാളൊക്കെ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് രവീന്ദ്രന്റെ വക ഗിഫ്റ്റും അതുപോലെ വർഷയുടെ വക ഗിഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ രേവതി സച്ചിയുടെയും വക ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓർക്കുന്നുണ്ട് ചന്ദ്ര, ശ്രുതി ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പം എനിക്ക് എന്താ പറയാ, വലിയൊരു ചിലപ്പോ സ്വർണ്ണമൊക്കെ തന്നെ ഗിഫ്റ്റ് തന്നേനെ, അവൾ അങ്ങനെ തരുന്നതായിരുന്നല്ലോ, ശ്രുതി അങ്ങനെ എല്ലാ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നതാണല്ലോ. അപ്പൊ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എനിക്ക് ചിലപ്പം ഒരു സ്വർണം തന്നെ ഗിഫ്റ്റ് തന്നേനെ, ബാക്കിയുള്ളവരെല്ലാവരും സ്വർണ്ണമൊന്നും അല്ലല്ലോ തരുന്നത്. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവള് വലിയ പണക്കാരിയാണല്ലോ, എന്നിട്ട് അവൾ എന്ത് പിശുക്കാ കാണിക്കുന്നത്, അവൾക്കൊരു സ്വർണം തരായിരുന്നല്ലോ, എന്നിട്ട് അവള് തരുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഇതിനോടൊപ്പം ഇവിടുത്തെ പിറന്നാളാഘോഷവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മഹിമയും മധുസൂദനും അറിയുന്നുണ്ട്. അപ്പൊ മഹിമയും മധുസൂദനും അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മധുസൂദനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി പറ്റാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ ഇവരുടെ അടുത്തേക്ക്. കാരണം മധുസൂദന്റെ മനസ്സ് മാറിയത് തന്നെയാണ്, ഇവരുമായിട്ട് സ്നേഹത്തോടു കൂടി വരണം എന്നൊക്കെ തന്നെയാണ്. അപ്പം വർഷ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹിമ പറഞ്ഞു അവിടെ ചന്ദ്രയുടെ പിറന്നാളുണ്ട്, എന്നാ പിന്നെ നമുക്ക് പിറന്നാളിന് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും
മധുസൂദനൻ പറഞ്ഞു, ശരിയാണല്ലോ, ചന്ദ്രയുടെ പിറന്നാൾ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് പോകാം, സച്ചിയെയും അതുപോലെ തന്നെ രവീന്ദ്രനെയും ഒക്കെ അടുത്തറിയാനും പറ്റും, അതുപോലെ തന്നെ അവരോട് ഒരു ക്ഷമയൊക്കെ ചോദിക്കാനും പറ്റും എന്ന് പറയുമ്പം നമ്മുടെ മഹിമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ, നിങ്ങൾ എന്തിനാ ഈ കണ്ടവരോട് ക്ഷമ ചോദിക്കുന്നത്, അതും അവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കണം, കാരണം നമ്മൾ വലിയവനാണെന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ദേ മഹിമേ, നീ നിന്റെ ഈ സ്വഭാവം ആദ്യം മാറ്റാൻ നോക്ക്. ദേ നീ എന്റെ കൂടെ വരുന്നതൊക്കെ കൊള്ളാം, അവിടെ വരുമ്പം അവരെ താഴ്ത്തി കെട്ടിയോളം നിന്റെ സംസാരം ഉണ്ടല്ലോ, ആ സംസാരം അങ്ങ് നിർത്തിയേക്കണം. അവരെ താഴ്ത്തി കെട്ടി സംസാരിപ്പിക്കുകയൊന്നും വേണ്ട, അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല, അവര് നമ്മുടെ ഒപ്പമാണെന്നങ്ങ് കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോ, ഇതെന്താ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ മാറിപ്പോയത്, എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളാണെങ്കിൽ എങ്ങനെയെങ്കിലും വർഷേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരുന്ന ആളല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റുന്നത്, എനിക്കറിയത്തില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മാറേണ്ട സമയത്ത് മാറണം, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും നമുക്ക് കുറച്ച് ഒതുക്കം വേണോടി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് നീയും സൂക്ഷിച്ചും കണ്ട് നിന്നാ മതി, അവരെ കൂടുതൽ അങ്ങോട്ട് നീ കളിയാക്കി താഴ്ത്തി കെട്ടാനൊന്നും പോകണ്ട. അറിയാലോ നമ്മുടെ മോൾ അവിടെയാ വളരുന്നത്, അവൾ ഇനി അങ്ങോട്ടേക്ക് അവിടുത്തെ കുഞ്ഞിനെയാണ് അവള് വയറ്റി ചുമന്നുകൊണ്ട് നടക്കുന്നത്. അപ്പം ആ ഒരു വീടിനോട് നമുക്കും ഒരു ബഹുമാനവും ആ വീട്ടിലുള്ളവരോട് നമുക്കൊരു സ്നേഹവും ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹിമേനെ മനസ്സിലാക്കുക. മഹിമയാണെങ്കിൽ എന്തപ്പാ ഇതെന്താ ഇങ്ങനെ, ഇതെന്തായിരിക്കും ഇങ്ങനെ നമ്മുടെ മധുസൂദന്റെ മനസ്സ് മാറിയത് എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഈ സമയത്ത് ഭയങ്കര വിഷമത്തോടു കൂടി ശ്രുതി ഇരിക്കുക. ശ്രുതിയാണെങ്കിൽ എല്ലാവരും പിറന്നാൾ ആഘോഷത്തിന് ഉണ്ടല്ലോ, ശ്രുതി ഇല്ലല്ലോ പിറന്നാൾ ആഘോഷത്തിന്. അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ, എന്റെ ശ്രുതി മാത്രം ഇല്ലാതായി പോയി, എല്ലാവരുടെയും ഭാര്യമാർ എല്ലാവരുടെയും കൂടത്തിലുണ്ടല്ലോ, എന്റെ ശ്രുതി മാത്രം ഇല്ലല്ലോ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ എന്തൊരു സാധനം, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രുതിനെ കൊണ്ടുവരണം, അവൾ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അത് ക്ഷമിച്ചിട്ട് അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായി പോകും. കണ്ടില്ലേ എല്ലാവരും തമ്മിൽ എന്തൊരു സന്തോഷം, എനിക്ക് മാത്രം സന്തോഷമില്ല, മാത്രമല്ല അമ്മ ഇനി നകന്നകന്ന് പൊക്കോണ്ടിരിക്കുക, അവളുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മേനെ സോപ്പിട്ടെടുക്കായിരുന്നു, ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഗിഫ്റ്റും ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല. ശ്രുതിയുടെ ഈ ഒരു ടെൻഷൻ കാരണം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ചന്ദ്ര പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് നമ്മുടെ രവീന്ദ്രൻ കൊടുക്കുന്നുണ്ട്. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല. രവീന്ദ്രന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, രവീന്ദ്രൻ തന്നെയാണല്ലോ. ഇപ്പൊ രവീന്ദ്രൻ ആയതുകൊണ്ടാണല്ലോ ഇത്രയും നാളും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിക്കുന്നത്. വേറെ വല്ലവരും ചന്ദ്രനെ വെള്ളത്തിൽ മുക്കി ഈ പച്ചവെള്ളത്തിൽ മുക്കി കൊന്നേനെ, ആ ഒരു അവസ്ഥയായി പോയേനെ. അപ്പൊ ഏതായാലും ഗംഭീരമായിട്ട് ഇതൊക്കെ കഴിയാണ് കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കഴിയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അരുണിന്റെയും ദേവുവിന്റെയും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അരുണനെ ദേവു വെളിയിൽ വന്നപ്പോഴത്തേക്കും വിളിക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ ജോലിക്ക് വരുമ്പോഴത്തേക്കും ദേവു അരുണിനെ വിളിക്കുകയാണ്. അരുണിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അരുൺ പറയുന്നുണ്ട്, എനിക്കിനി വേറൊന്നും പറയാനില്ല, എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നീ സച്ചേട്ടൻ പറയുന്നതും കേട്ട് വീട്ടുകാരും പറയുന്നതും കേട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. ആ സച്ചി എന്ന് പറയുന്ന അയാൾ ഒരിക്കലും നമ്മുടെ വിവാഹം നടത്തി തരത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് അത്രയും ദേഷ്യം എന്നോടുണ്ടെന്ന് പറഞ്ഞപ്പം, അത് പിന്നെ ഒരു കാര്യം ചെയ്യാമോ അരുണേട്ട, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ആദ്യം ഒന്ന് തീർക്ക്, എങ്ങനെയെങ്കിലും സച്ചേട്ടന്റെ മനസ്സിൽ ഒന്ന് കയറി പറ്റാൻ നോക്കാൻ പറയുമ്പോ, ഓ പിന്നെ നീ പറയുന്ന സച്ചേട്ടൻ അത്രയ്ക്ക് നല്ല ആളൊന്നും അല്ലെന്ന് പറഞ്ഞപ്പം, സച്ചേട്ടനെ കുറിച്ച് ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ അരുണേട്ടനോട് പറയാം, അപ്പൊ മനസ്സിലാവും സച്ചേട്ടൻ നല്ലവനാണോ അതോ ഇനിയിപ്പോ സച്ചേട്ടൻ ക്രൂരനാണോ എന്നൊക്കെ. അറിയാമോ എന്റെ രേവതി ചേച്ചിനെ സച്ചേട്ടൻ എങ്ങനെയാ കെട്ടിയതെന്ന് അരുണേട്ടന് അറിയാമോ? അരുണേട്ടാ, എന്റെ രേവതി ചേച്ചിനെ സച്ചേട്ടന്റെ ചേട്ടൻ വിവാഹം കഴിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. എന്നിട്ട് എന്റെ രേവതി ചേച്ചീനെ ആ പുള്ളിക്കാരൻ ചതിച്ചു. ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ ചേച്ചി അന്ന് നവവധുവായിട്ട് ഒരുങ്ങി നിന്ന് എന്റെ ചേച്ചി അന്ന് വിഷമത്തോടു കൂടി ഇറങ്ങി. പിന്നെ ഒരിക്കലും ഒരു ജീവിതം കിട്ടാതെ എവിടെയെങ്കിലും മുരടിച്ച് എന്റെ ചേച്ചി എവിടെയെങ്കിലും അങ്ങനെ തീർന്നു പോകേണ്ട ഒരു ജീവിതമായിരുന്നു സച്ചേട്ടൻ കൊടുത്ത ആ ഒരു ജീവിതമാണ് എൻ്റെ ചേച്ചിയുടെ. സച്ചേട്ടന്റെ അച്ഛൻ പറഞ്ഞു എന്റെ ചേച്ചിനെ വിവാഹം കഴിക്കാനായിട്ട്. അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ചേച്ചീനെ സച്ചേട്ടൻ വിവാഹം കഴിച്ചത്. ആദ്യമൊക്കെ ഈ പറയുന്ന അരുണേട്ടൻ വിചാരിക്കുന്നില്ലേ ദുഷ്ടനാണ്, ക്രൂരനാണ് എന്നൊക്കെ, അതുപോലെ ഞാനും കരുതിയിരുന്നതാ, എൻ്റെ അമ്മയും കരുതിയിരുന്നതാ, അതുപോലെ ശരത്തില്ലേ അവനും എൻ്റെ ചേച്ചിയൊക്കെ കരുതിയിരുന്നതാ. ആദ്യമൊന്നും
ഇഷ്ടമല്ലായിരുന്നു. സച്ചേട്ടനും ചേച്ചിയും മുന്നോട്ടേക്ക് പോകാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. പിന്നെ പരസ്പരം അവരറിഞ്ഞ് മനസ്സിലാക്കി സച്ചേട്ടന്റെ സ്വഭാവമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ നല്ലൊരു മനുഷ്യനുണ്ടല്ലോ വേറെ ഇല്ല. ഞങ്ങളുടെ കുടുംബത്തില് നല്ലൊരു മനുഷ്യൻ തന്നെയാ സച്ചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്നതുകൊണ്ട് തന്നെയാ ഒരുപക്ഷെ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റിയതും, അതുപോലെ തന്നെ ശരത്തിന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റിയതും. അവനൊക്കെ വഴി തെറ്റിപ്പോയൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എന്റെ സച്ചേട്ടനെ അവനെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഞാൻ ആര് പറയുന്നതാ അരുണേട്ടാ കേൾക്കേണ്ടത്? സച്ചേട്ടൻ പറയുന്ന കേൾക്കുവോ, അരുണേട്ടൻ പറയുന്നത് കേൾക്കുവോ? അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അരുൺ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നോ എന്ന്. അപ്പം ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഒരു കഥ അരുണിന്റെ അമ്മയോടും അരുൺ പറയുന്നുണ്ടേ. അപ്പൊ അരുണിന്റെ അമ്മയോട് അരുൺ പറയുന്നു. അപ്പൊ അരുണിന്റെ അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പൊ അരുണിന്റെ അമ്മയ്ക്കൊരിത്, സച്ചിനെ പോയി കണ്ട് അരുണിന്റെ അമ്മ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടായാലോ. അപ്പൊ അങ്ങനെ നമ്മുടെ അരുണിനോട് പറയുന്നുണ്ട്, മോനെ ഒരു കാര്യം ചെയ്യാം, ആ സച്ചി എന്ന് പറയുന്ന അയാളെ ഞാൻ പോയി കാണാം, ഞാൻ പോയി സംസാരിക്കാം. എന്റെ മോനെ ഇത്ര ക്രൂരനായിട്ടും ഇത്ര വഞ്ചകനൊക്കെ ആയിട്ട് അയാൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പോയി കാണണം, ഞാൻ സംസാരിക്കാൻ. ഇനിയിപ്പം ഈ ദേവു എന്ന് പറയുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നിന്നെ ഇത്ര ഒരു ദുഷ്ടനായിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് പറയണ്ടേ എന്റെ മകൻ എങ്ങനെയുള്ളവരാണെന്ന്. ഇത്രയും നാളും എന്നെ നോക്കിയതും എന്റെ കുടുംബം നോക്കിയതും എന്റെ മകനാണ്. അവന് കുടുംബം നോക്കാൻ അവനെ പോലെ വേറൊരാളില്ല എന്നുള്ള രീതിയിൽ എനിക്ക് പറയണ്ടേ. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു അമ്മയല്ലാതായി പോകില്ലെന്ന് പറഞ്ഞപ്പോ വേണ്ട, അമ്മ അങ്ങനെ പോയി ആരുടെ മുമ്പിൽ കേണപേക്ഷിക്കുകയൊന്നും വേണ്ട, അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അയാളുടെ മുമ്പിൽ പോയി കേണപേക്ഷിക്കാൻ അമ്മ ആരാ? അതിന്റെ ആ ഒരു ആവശ്യമില്ല. അവന്റെ ജോലി കളഞ്ഞതും പോരാഞ്ഞിട്ട് ഇത് വേറെ ഒന്നുമില്ല. ആരും വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കുവോ? അത് പിന്നെ മോനെ, ആരും വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ദേവു ഈ വിവാഹത്തിന് സമ്മതിക്കുവോ? ദേവുവിനെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയില്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ വിവാഹം നടത്തിയേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, അവളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം അവളുടെ ചേച്ചിയും അവളുടെ അമ്മയും ഒക്കെ ഈ വിവാഹത്തിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് സച്ചി എന്ന് പറയുന്ന അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. പിന്നെ ദേവുവിന്റെ സ്വഭാവത്തിന് വീട്ടുകാർ പറഞ്ഞ് സമ്മതിച്ചാൽ മാത്രമേ ഈ വിവാഹം നടത്തത്തുള്ളൂ എന്ന് തന്നെ അവൾ ഇപ്പോഴും പറയുന്നത്. എങ്കിലും ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. സംസാരിച്ചു നോക്കിയിട്ട് ഈ വിവാഹം ഞാൻ എങ്ങനെയാണെങ്കിലും എനിക്ക് ദേവുവിനെ കിട്ടിയേ പറ്റൂ. ഇതിപ്പോ എൻ്റെ ഒരു വാശിയായി തീർന്നിരിക്കുകയാണ്. അവളെ ഞാൻ വിവാഹം കഴിച്ചിരിക്കും എന്ന് നമ്മുടെ അരുണിന്റെ അമ്മയോട് അരുൺ ശപഥം ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ നമ്മുടെ ദേവുവിനെ ഉപദേശിക്കാനായിട്ട് രേവതിയും ഒക്കെ ഉണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, നീ ഇപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അവൻ നിന്നെ വിളിച്ചോണ്ട് പോകുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, പതുക്കെ നമുക്ക് സച്ചേട്ടന്റെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ കൊണ്ടും എല്ലാവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് നമുക്ക് സച്ചേട്ടന്റെ മനസ്സ് മാറ്റിയെടുക്കാം. നീ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. ചിലപ്പോൾ അരുൺ ഈ വാശിപ്പുറത്ത് നിന്നെ വിളിച്ചോണ്ട് പോകാനൊക്കെ തയ്യാറാകും. പക്ഷെ നീ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് കേട്ടോ മോളെ എന്ന് പറയുമ്പോൾ, ഇല്ല രേവതി ചേച്ചി, ഞാൻ അങ്ങനെ എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി പോകത്തൊന്നുമില്ല. പക്ഷെ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അരുണേട്ടനെ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ഒരാളുടെയും കഴുത്തിൽ ഞാൻ വേറൊരാളുടെയും കഴുത്തിൽ ഞാൻ താലി കെട്ടില്ലെന്നല്ല, ഞാൻ ആരുടെയും മുമ്പിൽ തല കുനിച്ച് കൊടുക്കില്ല. എനിക്ക് വിവാഹമുണ്ടെങ്കിൽ അത് അരുണേട്ടന്റെ കൂടെ ആയിരിക്കും. ഞാൻ അതുപോലെ അരുണേട്ടനെ അറിഞ്ഞതാണ്, അരുണേട്ടന്റെ അമ്മയെ അറിഞ്ഞതാണ്. അത്രയും സേഫ് എനിക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ഞാൻ രേവതി ചേച്ചിയുടെ അനീതിയല്ലേ, അങ്ങനെ പൊട്ടത്തരം കാണിക്കത്തില്ലെന്ന് രേവതി ചേച്ചിക്ക് അറിയാലോ. അപ്പൊ ചേച്ചി എങ്ങനെയെങ്കിലും പറഞ്ഞ് സംസാരിക്കും. ഞാനിനി സച്ചേട്ടനോട് സംസാരിക്കില്ല. കാരണം സച്ചേട്ടനോട് സംസാരിച്ചാൽ ചിലപ്പോൾ ഞാനും സച്ചേട്ടനും തമ്മിൽ തെറ്റുന്നൊരവസ്ഥ ഉണ്ടാകും. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ക്ഷമിക്കുക. ഇത്രയും നാളെ ക്ഷമിച്ചില്ലേ, അതായത് വേവുവോളം ക്ഷമിച്ചില്ലേ, ഇനി 6 ഒന്ന് ക്ഷമിക്കുക, നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും കിടിലൻ വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം കേട്ടോ. നമ്മൾ രാവിലെ എന്നും വിശേഷങ്ങൾ ഇടുന്നുണ്ടേ. രാവിലെ ഒരു 7:30 കൂടി നമ്മൾ എന്നും വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ അലീനയുടെ കഥയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഇടുന്നുണ്ട്. അലീനയുടെ അപ്കമിങ് വിശേഷം നമ്മൾ റിയൽ സ്റ്റോറി നോമിനകത്ത് വിടുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം കേട്ടോ. അത് ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെ നിങ്ങൾ തരണം. അത് എല്ലാവരും സേഫ് ഒക്കെ ആയിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം ടാറ്റ, ബൈ ബൈ.